ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുർ സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. 2025 ജനുവരി 12 മുതൽ 18 വരെ, അതായത് മലയാള വർഷം 1200 ആണ്ട് ധനു 28 മുതൽ മകരം 5 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം എന്നിവയാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് വ്യാഴവും സുഖസ്ഥാനത്ത് കുജനും ഭാഗ്യസ്ഥാനത്ത് ബുധനും ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തുമായി സൂര്യനും ലാഭസ്ഥാനത്ത് ശുക്രനും ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. വാക്കുകൾ ഹൃദ്യമാകും, ധനലാഭം ഉണ്ടാകും. ഹൃദ്രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബന്ധുഗുണം കുറയും. പിതാവിന് ക്ലേശങ്ങൾക്ക് സാധ്യത. വാതരോഗങ്ങൾ അലട്ടും. അനുഭവ ഗുണം വർദ്ധിക്കും. ദാമ്പത്യ സൗഖ്യമുണ്ടാകും. സന്തോഷവും സുഖവും അനുഭവിക്കും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതിയും ശ്രീകൃഷ്ണപ്രീതിയും ഭദ്രകാളി പ്രീതിയും വരുത്തുക. അടുത്ത ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും സഹോദരസ്ഥാനത്ത് കുജനും അഷ്ടമത്തിൽ ബുധനും അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തുമായി സൂര്യനും കർമ്മസ്ഥാനത്ത് ശനിയും ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ദേശാന്തര ഗമനം, ആലോചന ഇല്ലാത്ത പ്രവൃത്തികൾ എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ശത്രുശല്യം കുറയും. സന്തോഷകരമായ അനുഭവങ്ങൾക്ക് സാധ്യത. സർക്കാരിൽ നിന്നോ ഉന്നതന്മാരിൽ നിന്നോ ദോഷങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. സന്താന സൗഖ്യം പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് കാലാനുസൃതമായ മാറ്റങ്ങൾക്കുള്ള ശ്രമം വിജയകരമാകണമെന്നില്ല. അപമാനകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വന്നേക്കാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകയിരം അവസാനത്തെ പകുതി, തിരുവാതിര, ഉണർന്ന മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് കുജനും കളത്രസ്ഥാനത്ത് ബുധനും കളത്രസ്ഥാനത്തും അഷ്ടമത്തിലുമായി രവിയും ഭാഗ്യസ്ഥാനത്ത് ശനിയും ശുക്രനും വ്യയസ്ഥാനത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. കുടുംബസുഖം കുറയും. ധനപരമായ അനുകൂലമല്ല. സ്വജനവിരോധവും സുഖവിരഹവും ഉണ്ടാകും. സർക്കാർ സംബന്ധമായ തടസ്സങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി വരും. ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. ധർമ്മപ്രവൃത്തികൾ താൽപ്പര്യം വർദ്ധിക്കും. ആത്മീയമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് ആകുലതകൾ കുറയ്ക്കും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി, ശിവപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നിവയാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ കുജനും ശത്രുസ്ഥാനത്ത് ബുധനും ശത്രുസ്ഥാനത്തും കളത്രസ്ഥാനത്തുമായി സൂര്യനും അഷ്ടമത്തിൽ ശനിയും ശുക്രനും ലാഭസ്ഥാനത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. ദേഹസുഖം കുറയും. പലവിധ ആദികൾ മനസ്സിനെ അലട്ടും. കാര്യവിജയം ഉണ്ടാകും. ഭാഗ്യവർദ്ധനവ് അനുഭവപ്പെടും. രോഗം ശമിക്കും. ശത്രുശല്യം കുറയും. കാര്യങ്ങൾ മന്ദഗതിയിലാകും. ആഡംബര വസ്തുക്കളിൽ ആഗ്രഹം വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം, ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് ബുധനും പുത്രസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമായി സൂര്യനും കളത്രസ്ഥാനത്ത് ശുക്രനും ശനിയും കർമ്മസ്ഥാനത്ത് വ്യാഴവും വ്യയസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ഭാര്യാപുത്രാദികളുമായി കലഹത്തിന് സാധ്യത കാണുന്നു. മനോദുഃഖത്തിന് യോഗമുണ്ട്. സ്ത്രീകൾ നിമിത്തം ദുഷ്പേരിന് സാധ്യത. ദാമ്പത്യ സൗഖ്യം കുറയും. കർമ്മഗുണം കുറയും. വീഴ്ചകൾ ഉണ്ടാവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. പാപപ്രവൃത്തികൾ താൽപ്പര്യം വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് ബുധനും സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായ രവിയും ശത്രുസ്ഥാനത്ത് ശനിയും ശുക്രനും ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും ലാഭസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. യാത്രാഗുണവും ബന്ധുഗുണവും വർദ്ധിക്കും. പലവിധത്തിലുള്ള സുഖാനുഭവങ്ങൾക്ക് യോഗമുണ്ട്. സ്ത്രീ പുരുഷ സുഖാനുഭവങ്ങൾക്ക് തടസ്സം നേരിട്ടേക്കാം. ശത്രുശല്യം വർദ്ധിക്കും. മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യത. ദാമ്പത്യ കലഹത്തിന് യോഗം കാണുന്നു. കുടുംബസൗഖ്യവും ആജ്ഞാശക്തിയും വർദ്ധിക്കും. ഭൂമിയോ ഗ്രഹമോ വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് ബുധനും സഹോദരസ്ഥാനത്തും സുഖസ്ഥാനത്തുമായ സൂര്യനും പുത്രസ്ഥാനത്ത് ശനിയും ശുക്രനും അഷ്ടമത്തിൽ വ്യാഴവും കർമ്മസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. സഹോദര തുല്യരുമായി ശത്രുതയ്ക്ക് സാധ്യത. ശത്രുശല്യം വർദ്ധിക്കും.
രോഗങ്ങൾ മാറ്റമില്ലാതെ തുടരും. സന്താന ഗുണവും ഗുരുജനപ്രാപ്തിയും ഉണ്ടാകും. മനപ്രയാസങ്ങൾ ഉണ്ടായേക്കാം. യാത്രാക്ലേശവും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. കർമ്മതടസ്സവും അതുവഴി ധനനഷ്ടത്തിനും യോഗമുണ്ട്. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം, അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നിവയാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ബുധനും ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായി രവിയും സുഖസ്ഥാനത്ത് ശുക്രനും ശനിയും കളത്രസ്ഥാനത്ത് വ്യാഴവും ഭാഗ്യസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. സംസാരം കൊണ്ട് ഗുണാനുഭവങ്ങൾ ലഭിക്കും. ധനപരമായ ഗുണം കുറയും. മനോവിഷമങ്ങൾക്ക് സാധ്യത. സന്താന ഗുണം കാണുന്നു. ബന്ധുക്കൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. വാഹന ശയനസുഖം അനുഭവവേദ്യമാകും. കാര്യസിദ്ധിയും ബുദ്ധിക്ക് ഉണർച്ചയും ഉണ്ടാകും. ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. ശരീരസുഖം കുറയും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ബുധനും ജന്മത്തിലും ധനസ്ഥാനത്തുമായി സൂര്യനും സഹോദരസ്ഥാനത്ത് ശുക്രനും ശനിയും ശത്രുസ്ഥാനത്ത് വ്യാഴവും അഷ്ടമത്തിൽ കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. സംസാര നിമിത്തം ദോഷങ്ങൾക്ക് സാധ്യത. ധനപരമായി മെച്ചപ്പെട്ട കാലമല്ല. ദേഹസുഖം കുറയും. സഹോദര ഗുണവും അഭീഷ്ടസിദ്ധിയും ഉണ്ടാകും. കഫജന്യമായ രോഗങ്ങളെ കരുതിയിരിക്കുക. ശത്രുശല്യം വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് ബുധനും വ്യയസ്ഥാനത്തും ജന്മത്തിലുമായി സൂര്യനും ധനസ്ഥാനത്ത് ശുക്രനും ശനിയും പുത്രസ്ഥാനത്ത് വ്യാഴവും കളത്രസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ഞരമ്പ് സംബന്ധമായോ ത്വക് സംബന്ധമായോ ഉള്ള അസുഖങ്ങൾക്കും തന്മൂലം പണച്ചെലവിനും സാധ്യത. തൊഴിൽപരമായ തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ട്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. സുഖാനുഭവങ്ങൾ വർദ്ധിക്കും. കുടുംബസുഖം ലഭിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ സൗഖ്യം കുറയും. ഭാര്യയുമായി കലഹത്തിന് സാധ്യത. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ശിവപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം, അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി, മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശനിയും ശുക്രനും സുഖസ്ഥാനത്ത് വ്യാഴവും ശത്രുസ്ഥാനത്ത് കുജനും ലാഭസ്ഥാനത്ത് ബുധനും ലാഭസ്ഥാനത്തും വ്യയസ്ഥാനത്തുമായി സൂര്യനും സഞ്ചരിക്കുന്ന സമയമാണ്. ദേഹസുഖം കുറയും. അടുത്ത ബന്ധുക്കളുടെ വിയോഗമുണ്ടാകും. ദാമ്പത്യ സൗഖ്യം വർദ്ധിക്കും. വാഹന ശയനസുഖം ഉണ്ടാകും. ബന്ധുഗുണം കുറയും. ശത്രുശല്യം കുറയും. കാര്യവിജയം ഉണ്ടാകും. ധനലാഭവും കുടുംബസുഖവും സന്തോഷവും ഉണ്ടാകും. സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതിയും മഹാവിഷ്ണു പ്രീതിയും വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി, അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നിവയാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് വ്യാഴവും പുത്രസ്ഥാനത്ത് കുജനും കർമ്മസ്ഥാനത്ത് ബുധനും കർമ്മസ്ഥാനത്ത് ലാഭസ്ഥാനത്തുമായി സൂര്യനും വ്യയസ്ഥാനത്ത് ശുക്രനും ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. സ്ഥാനഭ്രംശത്തിന് സാധ്യതയുണ്ട്. സന്താന സൗഖ്യം കുറയും. മനോവിഷമങ്ങൾക്കും ഉദരരോഗങ്ങൾക്കും സാധ്യത കാണുന്നു. കർമ്മഗുണം കാണുന്നു. ആഡംബര വസ്തുക്കളിൽ പണം വ്യയം ചെയ്യേണ്ടതായി വരും. ധനസ്ഥിതി മെച്ചപ്പെടും. സർക്കാരിൽ നിന്നോ ഉന്നതന്മാരിൽ നിന്നോ സഹായ സഹകരണങ്ങൾ ലഭിക്കും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക.